that mathematics is one of the 6 subjects you have got to study for your higher secondary course. We, the faculty in mathematics, wholeheartedly welcome you all to the vast and wide network of mathematics. Let me remind you that mathematics is the queen of all sciences. പല സബ്ജക്റ്റും കൂടുതൽ മനസ്സിലാക്കാൻ മാത്തമാറ്റിക്സ് ആവശ്യമായിട്ട് വരാറുണ്ട്. സോ വി ആർ ലക്കി ഈ സബ്ജക്റ്റ് പഠിക്കാൻ അവസരം കിട്ടിയതിൽ. മാത്സും ഫിസിക്സും റിലേറ്റഡ് ആണ്. ഫിസിക്സിൽ പല ചോദ്യങ്ങളുടെയും ആൻസർ കണ്ടെത്തണമെങ്കിൽ മാത്സ് ആവശ്യം വരാറുണ്ട്. അതുപോലെ തന്നെ മാത്സിന് ഫിസിക്സ് ഒരു ബേസ് ആണ് പുതിയ ആശയങ്ങൾ കണ്ടെത്താൻ. മാത്സും കെമിസ്ട്രിയും റിലേറ്റഡ് ആണ്. കാരണം പല ആശയങ്ങൾക്കും മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ആവശ്യം വരും. മാത്തമാറ്റിക്സ് ഒരു സ്റ്റുഡൻറ്റിനെ സഹായിക്കും ഒരു പ്രോബ്ലം അനലൈസ് ചെയ്യാൻ. അത് പ്രോഗ്രാമിങ്ങിന് വളരെ ആവശ്യമാണ്, വിച്ച് ഈസ് റിലേറ്റഡ് ടു കമ്പ്യൂട്ടർ സയൻസ്. സിമിലർലി ബയോളജിയിൽ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് സെൽസ് ഓർ ബാക്ടീരിയയുടെ മൂവ്മെൻറ്റ് വിവരിക്കാൻ മാത്തമാറ്റിക്സ് ആവശ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ മേഖലകളിലും മാത്തമാറ്റിക്സ് ആവശ്യമായി വരാറുണ്ട്. തുടക്കത്തിൽ ഒരു മാത്സ് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ചിലർക്കെങ്കിലും തോന്നാറുണ്ട് ഇതെല്ലാം എങ്ങനെ പഠിച്ചെടുക്കുമെന്ന്. ദർ ഇസ് നോ ഷോർട്ട് കട്ട് ടു സക്സസ്. അതുകൊണ്ട് മാത്സ് നന്നായിട്ട് മനസ്സിലാക്കി റിപ്പീറ്റഡ് ആയിട്ട് എഴുതി പഠിക്കണം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ഒരു കാലത്തും മറക്കില്ല. മൂവിങ് ഓൺ, ലെറ്റ്സ് ഹാവ് ആൻ അഡ്വെഞ്ചർ ത്രൂ ദ വേൾഡ് ഓഫ് നമ്പേഴ്സ്. നമുക്ക് ജസ്റ്റ് നമ്പേഴ്സൊക്കെ എങ്ങനെ ഫോം ചെയ്തു എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇപ്പോൾ ആദ്യകാലങ്ങളിൽ ഐഡിയ ഓഫ് നമ്പേഴ്സ് began with their use in counting, which came to be known as counting numbers. ഇപ്പോൾ നമ്മുടെ കൗണ്ടിങ് നമ്പേഴ്സ് നമുക്കറിയാം 1 2 3 4 എക്സെട്ര. ഇപ്പോൾ ആദ്യകാലങ്ങളിൽ ആ നമ്പേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഐഡിയ ഓഫ് സീറോ വരുന്നത്. ടു ഡിനോട്ട് നത്തിങ്, ജസ്റ്റ് നൾ വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യാനാണ് നമ്മൾ സീറോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്കും കൗണ്ടിങ് നമ്പേഴ്സ് വാസ് നോട്ട് ഇനഫ്. അപ്പോൾ സീറോ വാസ് ആഡഡ് ടു ദ കൗണ്ടിങ് നമ്പേഴ്സ് to make a new set of numbers by the name whole numbers. അപ്പോൾ whole numbers എന്ന് പറയുമ്പോൾ 0 1 2 3 4 എക്സെട്ര. ഇപ്പോൾ മാത്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് ആസ്കിങ് ക്വസ്റ്റ്യൻസ്. വി ക്യാൻ കൗണ്ട് ഫോർവേഡ്. ഇപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ വന്നു, ക്യാൻ വി കൗണ്ട് ബാക്ക്വേർഡ്? അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് കോൺസെപ്റ്റ് ഓഫ് നെഗറ്റീവ് നമ്പേഴ്സ് വരുന്നത്. ഇപ്പോൾ സീറോയ്ക്ക് കാട്ടിലും കുറഞ്ഞ നമ്പേഴ്സ് ഉണ്ടോ? അപ്പോൾ അങ്ങനെയാണ് -1 -2 ഇങ്ങനെ കുറഞ്ഞുള്ള നമ്പേഴ്സ് വന്നത്. അപ്പോൾ ടു ഇൻക്ലൂഡ് ദ നെഗറ്റീവ് നമ്പേഴ്സ് വിത്ത് ദ ഹോൾ നമ്പേഴ്സ്, a new set of numbers was developed, which came to be known as the set of integers. ഇപ്പോൾ -3 -2 -1 0 1 2 3 എക്സെട്ര ഈ ഹോൾ സെറ്റാണ് സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് ആയിട്ട് അറിയപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് ഐഡിയ ഓഫ് ഫ്രാക്ഷൻസ് വന്നു, which further on went to the idea of rational numbers. നമുക്കറിയാം p/q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സാണ് റാഷണൽ നമ്പേഴ്സ്. അതിൽ പിയും ക്യൂവും ഇൻറ്റിജേഴ്സ് ആയിരിക്കണം. സോ റാഷണൽ നമ്പേഴ്സ് ഇൻക്ലൂഡ് ഓൾ ഇൻറ്റിജേഴ്സ് ആൻഡ് ഓൾ ഫ്രാക്ഷൻസ്. ഇപ്പം ഇങ്ങനെ ആയപ്പോഴത്തേക്കും ഈ പറഞ്ഞതിൽ അല്ലാത്ത നമ്പേഴ്സ് ഉണ്ടോ എന്നൊരു ചിന്ത വന്നു. ഇപ്പം എക്സാമ്പിളായിട്ട് നമ്മളൊരു സ്ക്വയർ കൺസിഡർ ചെയ്യുന്നു. സ്ക്വയറിൻ്റെ സൈഡ് 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പം ഇങ്ങനെ വരുന്ന സ്ക്വയറിൻ്റെ ഡയഗണൽ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഡയഗണലിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെ വരും? അപ്പം അങ്ങനെ ആയപ്പോഴത്തേക്കും ഇതുവരെ നമ്മൾ പഠിച്ച നമ്പേഴ്സ് ഒന്നും നമുക്ക് ഈ പറഞ്ഞ സ്ക്വയറിൻ്റെ ഡയഗണൽ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയാണ്
ഐഡിയ ഓഫ് ഇറാഷണൽ നമ്പേഴ്സ് ഡെവലപ്പ് ആവുന്നത്. ദാറ്റ് ഈസ് നമ്പേഴ്സ് വിച്ച് വെർ നോട്ട് റാഷണൽ came to be known as irrational numbers. അതിൽ എക്സാമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു നമ്പറാണ് പൈ. പൈ ഈസ് എൻ ഇറാഷണൽ നമ്പർ. അപ്പം ഇങ്ങനെ ആയപ്പോഴത്തേക്കും റാഷണൽ നമ്പേഴ്സിൻ്റെ കൂടെ ഇറാഷണൽ നമ്പേഴ്സും കൂടെ ചേർത്തപ്പം മറ്റൊരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ടായി. ആ ന്യൂ സെറ്റ് ഓഫ് നമ്പേഴ്സിന് പറയുന്ന പേരാണ് റിയൽ നമ്പേഴ്സ്. So real numbers was introduced to include both rational and irrational numbers. ഇത്രയായിട്ടും നമ്മുടെ മാത്സിൽ നമ്പേഴ്സ് കംപ്ലീറ്റ് അല്ല എന്നൊരു തോന്നി. So yet there is one more number which turned out to be useful, which is the square root of -1. ഇത് മറ്റൊരു ടൈപ്പ് ഓഫ് നമ്പേഴ്സിലേക്ക് ആണ് കൊണ്ടെത്തിച്ചത്. അതായത് this led to the existence of numbers whose square is a negative real number. അപ്പോൾ നെഗറ്റീവ് റിയൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ റൂട്ട് വരുന്നതും ടൈപ്പ് ഓഫ് നമ്പേഴ്സ് നമുക്ക് ഒരിക്കലും റിയൽ നമ്പേഴ്സിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അല്ലാതെ നമ്പേഴ്സ് ഉണ്ട്. ഈ ടൈപ്പ് ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ ഇമാജിനറി നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇമാജിനറി നമ്പേഴ്സ് എന്ന് പറയുമ്പം നമ്പേഴ്സ് ഹു സ്ക്വയർ ഇസ് എ നെഗറ്റീവ് റിയൽ നമ്പർ. അപ്പോൾ റിയൽ നമ്പേഴ്സിനെയും ഈ ഇമാജിനറി നമ്പേഴ്സിനെയും കൂടെ ഒരു പുതിയ സെറ്റ് ഓഫ് നമ്പേഴ്സ് ഫോം ചെയ്തു. ആ ഫോം ചെയ്ത സെറ്റ് ഓഫ് നമ്പേഴ്സാണ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്നറിയപ്പെടുന്നത്. So real numbers and imaginary numbers were put together to form the new set of numbers, complex numbers. So when somebody asks you which is the largest number system, you should always answer it is the complex numbers, which you will study later on in your +1 course. And that's it, my dear students. Our journey from the counting numbers to the set of complex numbers. ഇനി നമുക്ക് നമ്മുടെ ഇവാലുവേഷൻ പാറ്റേൺ നോക്കാം. ടോട്ടൽ മാർക്സ് ഔട്ട് ഓഫ് 200 ആണ്. ഫസ്റ്റ് ഇയർ നമുക്ക് തിയറി എക്സാം ഔട്ട് ഓഫ് 60 ആണ്. CE അതായത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഔട്ട് ഓഫ് 20 ആണ്. സോ ടോട്ടൽ 80 മാർക്സ്. സെക്കൻഡ് ഇയർ നമുക്ക് തിയറി എക്സാം again out of 60, practical exam ഉണ്ട് out of 40 and continuous evaluation out of 20. For second year total 120. For first year second year കൂടെ ചേർത്ത് out of 200. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഫസ്റ്റ് ഇയറിലേക്കുള്ള ഒന്ന് പരിചയപ്പെടാം. ഇതിൽ ടോട്ടൽ 16 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സ് ആണ്. സെക്കൻഡ് വൺ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. തേർഡ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. ഫോർത്ത് പ്രിൻസിപ്പിൾസ് ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഫിഫ്ത്ത് complex numbers and quadratic equations. Sixth, linear inequalities. 7, permutations and combinations. 8, binomial theorem. 9, sequences and series. 10, straight lines. 11, conic sections. 12, introduction to three-dimensional geometry. 13, limits and derivatives. 14, mathematical reasoning. 15, statistics, and finally chapter 16, probability. That's all for today. Next week we'll start our topics.
Thanks for watching.